ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഏത്തക്ക പച്ചടിയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ആരെങ്കിലും പുതിയതായി ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ നേരെ വീഡിയോയിലോട്ട് പോവാം. പച്ചടി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 നേന്ത്രക്കായാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടുണ്ട്. ഒരു പച്ചമുളക്, കറിവേപ്പില, ഒരു 4-5 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത്, പിന്നെ ഒരു ചെറിയ കപ്പിൽ തൈരും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായി ഞാനിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഏത്തക്ക ഇട്ട് കൊടുക്കാം. അപ്പോൾ പഴമൊക്കെ അതാ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2-3 ഇല കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ് കേട്ടോ. സാധാരണ മുളക് പൊടി തന്നെയാണ്, കാശ്മീരി ചില്ലി പൗഡർ ഒന്നുമല്ല കേട്ടോ, സാധാ മുളക് പൊടി. മുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതൊരു മധുരമുള്ള ഐറ്റം ആയതുകൊണ്ടിട്ട് തന്നെ ഉപ്പ് കുറച്ച് ചേർത്താൽ മതി കേട്ടോ. മധുരത്തിനായിട്ട് ഞാനിതിലേക്ക് പഞ്ചസാരയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്, ശർക്കരയല്ല. ശർക്കര ഇട്ട് കൊടുക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ് വരിക. അപ്പോൾ ഞാനിതിലേക്ക് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 1.5-2 ടീസ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ളതൊക്കെ ആയിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ പഴം നല്ല പോലെ വെന്ത് വരണം. അപ്പോൾ കുറച്ച് ടൈം വേവിച്ചെടുക്കാനുണ്ട്. അതുകൊണ്ട് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പം ഞാനിത് വേവിക്കാൻ വെച്ചിട്ട് കുറച്ച് സമയമായി. ഇനി ഇത് എന്തായെന്ന് നോക്കാം. അപ്പോൾ അതാ പഴമൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. പക്ഷേ ഇതിൽ വെള്ളം കുറച്ചുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് നമുക്കിത് വറ്റിച്ചെടുക്കാം. ഫ്ലെയിം ഒന്ന് കുറച്ച് കൂട്ടി വെക്കാം. ഈ പഴം കുറച്ച് മൂപ്പുള്ള പഴമാണെന്ന് തോന്നുന്നു. അലിഞ്ഞ് ചേരാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. ഈ സമയം കൊണ്ടിട്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ തേങ്ങ ഞാനിതാ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകവും ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ തേങ്ങ ഞാനിതാ നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട്. പച്ചടിയിലെ വെള്ളം വറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്കിത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പച്ചടിയിലെ വെള്ളമൊക്കെ ഇതാ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ പഴം ഒന്നുകൂടെ ഒന്ന് ഉടഞ്ഞിരുന്നെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പക്ഷേ ഇത് ഇത്രയും മതി. ഇടയ്ക്കൊക്കെ ഒന്ന് കടിക്കാനായിട്ട് ഓരോ പഴത്തിൻ്റെ കഷ്ണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു ടേസ്റ്റ് അല്ലേ. ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങയൊക്കെ ഞാനിതാ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഇത് കണ്ടാൽ കുറച്ച് ടൈറ്റ് ആയതുപോലെ ഇരിക്കുന്നുണ്ട്, പക്ഷേ ഇനി ഇതിലേക്ക് തൈര് കൂടെ ചേർക്കാനുള്ളതാണ്. അപ്പോൾ കുറച്ചൊന്ന് ലൂസായി വരും കേട്ടോ. ഇനി ഇത് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അധികം നേരം തിളപ്പിക്കേണ്ട കേട്ടോ, ഒരു 2 മിനിറ്റ് നേരം തിളപ്പിച്ചാൽ മതി. ഇനി ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. തൈര് എടുക്കുമ്പോൾ അധികം പുളിയില്ലാത്ത തൈര് നോക്കി എടുക്കണം കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തൈര് ചേർത്തതിന് ശേഷം ഒരുപാട് നേരം തിളയ്ക്കാൻ വെക്കരുത് കേട്ടോ. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇത്രയും മതി. ഇനി നമുക്കിതിലേക്ക് വറവിട്ട് കൊടുക്കാം. ഞാൻ ഈ പാത്രം അടുത്ത അടുപ്പിലേക്ക് മാറ്റി വെക്കട്ടെ കേട്ടോ. എന്നിട്ട് ഇവിടെ തന്നെ ചെറിയൊരു പാത്രം വെച്ച് കൊടുക്കുക. ഈ പാത്രത്തിൽ കുറച്ച് വെള്ളമുണ്ട്, അതൊന്ന് വറ്റി വരട്ടെ. വറ്റി വരുന്നാൽ നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. അപ്പോൾ പാത്രത്തിലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർക്കുന്നത്. എണ്ണ ചൂടായി വരട്ടെ. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുകൊക്കെ ഇതാ പൊട്ടി വരുന്നുണ്ട്. ഈ സമയത്ത് തന്നെ നമുക്കിതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. അധികം വൈകാതെ തന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഇത്രയും മതി കേട്ടോ. ഇത് നമുക്ക് ഇനി ഉണ്ടാക്കി വെച്ചിട്ടുള്ള പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ പച്ചടി ഇതാ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞാനിതിന് മുമ്പ് ബീറ്റ്റൂട്ട് പച്ചടി ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്തവർ അതും കൂടി ഒന്ന് പോയി കാണണം കേട്ടോ. സദ്യയിലൊക്കെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നല്ലേ ഇത്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും എല്ലാവർക്കും ബായ്.